വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ജൂലൈ 30-നാണല്ലോ നമ്മുടെ വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉരുൾപൊട്ടലിൽ 4 ഗ്രാമങ്ങൾക്കാണ് നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ 400ഓളം ആൾക്കാർ മരിക്കുകയും 200-ൽ പരം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ നടന്നിട്ടുള്ള ഈ ഒരു വൻ ദുരന്തം ലോക ശ്രദ്ധ തന്നെ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് സഹായഹസ്തവുമായിട്ട് ഒരുപാട് ആൾക്കാർ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു. കമൽ ഹാസൻ, സൂര്യ, ജ്യോതിക, കാർത്തി, അതുപോലെ തന്നെ രശ്മിക, മഞ്ജു വാര്യർ, നവ്യ, മമ്മൂട്ടി, ദുൽഖർ, അങ്ങനെ അവസാനമായിട്ട് ലാലേട്ടനും 3 crores ആണ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള സ്റ്റാലിൻ 5 crores ആണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നത് കാണാനിടയായത്. സോഷ്യൽ മീഡിയ നിറയെ ഇതിനെതിരെ വ്യാജ പോസ്റ്റുകളും വീഡിയോസൊക്കെ വന്നിട്ടുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുകയാണെങ്കിൽ അത് അർഹതപ്പെട്ട ആളുകളുടെ കയ്യിലേക്ക് എത്തില്ല എന്നുള്ളതും, അതുപോലെ തന്നെ അതിൽ അധികൃതർ അവരുടെ ഇഷ്ടത്തിനാണ് വിനിയോഗിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ന്യൂസുകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ കേമനായിരുന്നു നമ്മുടെ ബിഗ് ബോസ് വിന്നർ ആയിട്ടുള്ള അഖിൽ മാരാർ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വിചാരം അദ്ദേഹത്തിന് മാത്രമാണ് ബുദ്ധി ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ താൻ എന്തോ വലിയ ആളാണെന്നും തനിക്ക് മാത്രമാണ് ബുദ്ധി ഉള്ളത് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ഒരാളാണ് അഖിൽ മാരാർ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു ദുരന്തം നടന്നിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ പഴയ രാഷ്ട്രീയ വിദ്വേഷം പുറത്തെടുക്കാനുള്ള ഒരു സമയമായിട്ടാണ് അദ്ദേഹം ഇതിനെ കണ്ടിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ ഇത്തരം ഒരു ഘട്ടത്തിൽ വയനാട്ടിൽ ഒരു പറ്റം ആൾക്കാർ യാതൊരു രാഷ്ട്രീയ ചിന്തകളും ഇല്ലാതെ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ ഒരു സമയത്തിൽ ഒരിക്കലും അഖിൽ മാരാറിനെ പോലുള്ള ആൾക്കാർ ഇത്തരം ഒരു പ്രസ്താവനയുമായിട്ട് മുന്നോട്ട് വരാൻ പാടില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ ഈ ഒരു സമയത്ത് രാഷ്ട്രീയ വിദ്വേഷം കാണിക്കാനുള്ള ഒരു സമയമല്ല അഖിൽ മാരാർ. സോ ഈ ഒരു സമയത്തെങ്കിലും കുറച്ച് വിവേകം നിങ്ങൾക്ക് കാണിക്കാമായിരുന്നു. ഒരു പറ്റം ആൾക്കാർക്ക് അവരുടെ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണ് അവിടെ. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഒരു വ്യക്തി ലാഭത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു വിദ്വേഷം തീർക്കാനുള്ള സമയമായിട്ട് ഉപയോഗിച്ചത് ഒട്ടും ശരിയായില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും നമുക്ക് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം. പ്രിയമുള്ളവരെ, ഞാൻ ഒരു വലിയ സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ എന്റെ ഉള്ളിൽ നിന്ന് തന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു, ജനങ്ങൾക്ക് സഹായം എന്നാൽ കഴിയാവുന്നതും നേരിട്ടെത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന്. അത് ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും കൊടുക്കാം. പക്ഷെ അതൊരു പിടിച്ചുപറിക്കലോ ഭീഷണിപ്പെടുത്തലോ ആയി മാറരുത്. അവനോൻ സ്വമേധയാ ചെയ്യുന്ന ഒരാളെ സഹായിക്കുന്നത് അവനവന്റെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു ചിന്തയാണ്. ഞാൻ എന്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം ഞാൻ പങ്കുവയ്ക്കുകയാണ് അവിടെ ചെയ്തത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കൊടുക്കാം. അതേസമയം കൊടുക്കാൻ ആഗ്രഹിക്കാതെ മറ്റൊരാൾക്ക് നേരിട്ട് സഹായം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്കും അത് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് ദയവ് ചെയ്ത് ഇടതുപക്ഷ അനുഭാവികളൊക്കെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്താണ് എന്റെ സന്തോഷമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദുബായിലെ മന്നത്ത് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്പനിയുടെ മുതലാളിയായ നമ്മുടെ ബോസായ പ്രിയപ്പെട്ട ഉണ്ണിച്ചേട്ടൻ എന്നോട് പറഞ്ഞു, അഖിൽ പറഞ്ഞ ആ 3 വീടുകളും അദ്ദേഹം തന്നെ വെച്ച് നൽകാൻ തയ്യാറാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിനു മുൻപ് തന്നെ ഞാൻ ഒരിക്കലും പുറത്ത് ആരുടെ കയ്യിൽ നിന്നും ഒരു 5 പൈസ മേടിക്കാൻ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമല്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം തന്നെ ഈ 3 വീടുകളും നേരിട്ട് വെച്ച് നൽകാൻ തയ്യാറായി എന്നുള്ളൊരു സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ 3 വീട് എന്നുള്ളത് 4 വീടുകളാക്കി അപ്പോൾ എനിക്ക് ഉയർത്താൻ കഴിയും. കാരണം ഒരു വീട് പൂർണ്ണമായും എന്റെ തന്നെ ചെലവിൽ, നമ്മൾ ഇതിനകത്ത് ആരുടെ കയ്യിൽ നിന്നും ഒരു പൈസയും സംഭാവന സ്വീകരിക്കാനോ ഒരാളുടെ നിന്ന് നിങ്ങൾ ഇത് മുഖ്യമന്ത്രിക്ക് കൊടുക്കണ്ട, നിങ്ങൾ നമുക്ക് തരാനോ പറയാനോ ഒരിക്കലും ഞാൻ നിങ്ങൾ ആരുടെ മുഖ്യമന്ത്രിക്ക് കൊടുക്കണ്ടെന്ന് പറയുന്നില്ല. എന്നാൽ ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുക്കില്ല, ഞാൻ ഡയറക്റ്റേ കൊടുക്കുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അഖിൽ മാരാർ? അതുപോലെ തന്നെ ഇവിടെ ആരാണ് പിടിച്ചു പറിക്കുന്നത്? മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞിട്ടുള്ളത്? മുഖ്യമന്ത്രി എല്ലായിടത്തും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആർക്കെങ്കിലും കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൊടുക്കാൻ കഴിയാത്തവർ കൊടുക്കണ്ട. അല്ലാതെ മുഖ്യമന്ത്രി ആരെങ്കിലും വീട്ടിൽ വന്ന് പിടിച്ചു പറിക്കുന്നുണ്ടോ? ഇത് കേൾക്കുന്ന ആളുകൾക്കും ബുദ്ധി ഉണ്ട് അഖിൽ മാരാർ, നിങ്ങൾക്ക് മാത്രമല്ല ബുദ്ധിയുള്ളത്. ഇത് കേൾക്കുന്ന ആൾക്കാരെല്ലാം പൊട്ടന്മാരാണെന്ന് വിചാരിക്കില്ലേ അഖിൽ മാരാർ? കേൾക്കുന്ന കുറച്ചു പേർക്കെങ്കിലും ബുദ്ധി ഉണ്ട് എന്നുള്ളത് താങ്കൾ ഒന്ന് അക്സെപ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വീടോ 4 വീടോ വെച്ചു കൊടുക്കാനായിട്ട് കഴിയുമായിരിക്കും. എന്നാൽ എല്ലാവരും ഇതുപോലെ വീട് വെച്ചു കൊടുക്കാൻ കഴിവുള്ള ആൾക്കാരല്ല. അപ്പോൾ അത്രയും കഴിവില്ലാത്ത ആൾക്കാർ ചിലപ്പോൾ 10ഓ 100ഓ ആയിരിക്കും ഒരാളെ സഹായിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ 10ഓ 100ഓ ഇൻഡിവിജ്വൽ ആയിട്ട് ഡയറക്ട്ലി അവർക്കായി കൊണ്ടു കൊടുക്കുമ്പോൾ അത് വെച്ച് അവർക്ക് എന്താണ് ലഭിക്കുന്നത്? പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ 10ഓ 100ഓ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോകുന്ന സമയത്ത് അത് ഒരുപാട് പേരെ സഹായിക്കാനായിട്ട് സാധിക്കും. അവിടെ വീട് നഷ്ടപ്പെട്ടിരിക്കുന്നത് വെറും 4 പേർക്കല്ല അഖിൽ മാരാർ, ഒരു നാട് തന്നെയാണ് അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്.
ആരായാലും ഫണ്ട് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നിങ്ങൾക്ക് ഇൻഡിവിജ്വലി കൊടുക്കണമെങ്കിൽ കൊടുക്കാം എന്ന് വെച്ചിട്ട് നിങ്ങൾ പബ്ലിക്കിൽ വന്നിട്ട് ആർക്കും കൊടുക്കരുതെന്ന് പറയരുതെന്ന് മാത്രം. ഇവിടെ എത്രയോ ആൾക്കാരാണ് മണ്ണിനടിയിൽ പോയിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡാറ്റാസ് ഉണ്ടോ? എത്ര ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ളത്? എത്ര ആളുകളാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്? ഇതിൽ എത്ര ആളുകളാണ് വർക്കിംഗ് പ്രൊഫഷണൽസ്? ഇവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എത്ര ആളുകൾ ജീവിക്കുന്നുണ്ട്? ഇവർക്ക് എത്ര നാൾ കൂടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വേണ്ടി വരും? അല്ലെങ്കിൽ എത്ര ആളുകൾക്കാണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വേണ്ടത്? കാരണം അവിടെ ജീവിക്കുന്നവരിൽ പലർക്കും ഇനി ഒരു ജോലിക്ക് പോകാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല. അത്രമാത്രം ഫിസിക്കലി അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് അവർക്ക് എത്ര നാൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വേണം എന്ന് തുടങ്ങിയിട്ടുള്ള പല തരത്തിലുള്ള ഡാറ്റാസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ ഡാറ്റാസ് ഒക്കെ ഉള്ളത് നമ്മുടെ ഗവൺമെന്റിന്റെ കയ്യിലാണ്. നമ്മുടെ കയ്യിൽ ഇത്തരത്തിലുള്ള ഡാറ്റാസ് ഒന്നും ഇല്ല. ഇങ്ങനെ നമ്മൾ ചുമ്മാ പോയി റാൻഡംലി 4 പേരെ പിക്ക് ചെയ്ത് വീട് കൊടുത്തതുകൊണ്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്തതുകൊണ്ടോ യാതൊരു കാര്യവുമില്ല. ഈ ഒരു പ്രോസസ്സ് സ്ട്രീംലൈൻ ചെയ്യാനായിട്ട് ഗവൺമെന്റിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അവരുടെ അടുത്താണ് ഈ ഡാറ്റാസ് ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് മാത്രമാണ് എല്ലാവർക്കും ഈക്വലി ഈ ഒരു എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ത്രൂ പോവാണെങ്കിൽ മാത്രമേ എല്ലാവർക്കും ഈക്വലി ഈ ഒരു എമൗണ്ട് കിട്ടുകയുള്ളൂ. ഏത് റൂളിംഗ് പാർട്ടി ആണെങ്കിലും, അത് CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും, റൂളിംഗ് അതോറിറ്റിക്ക് തന്നെ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോഴാണ് അവർക്ക് ഡാറ്റാസ് വെച്ചിട്ട് കറക്റ്റായിട്ട് ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ അഖിൽമാരാർ ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ പബ്ലിക്കായി വന്ന് സംസാരിക്കുമ്പോൾ കുറച്ച് വിവേകത്തോടെ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ രാഷ്ട്രീയ വിദ്വേഷം തീർക്കേണ്ട സമയമല്ല ഇത്. നിങ്ങൾക്ക് പൊളിറ്റിക്കലി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തീർക്കാനായിട്ടുള്ള ഒരു അവസരമായി ഇതിനെ കാണാതിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.